ഗ്ലോബൽ മീറ്റിന് തിരിതെളിഞ്ഞു. 2023 ഗ്ലോബൽ മീറ്റ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വ്യവസായ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്തൊക്കെ കൂടിയാലും ശരി, എൻ്റെ അപ്പോ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റണ്ടേ? വരവ് കുറവും ചെലവ് കൂടുതലും. അത് പറഞ്ഞ കറക്റ്റാണ് കൊച്ചമ്മ. ആ അത് ശരി. അല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം കിട്ടുന്നില്ല, കറക്റ്റ് ശമ്പളം കിട്ടുന്നില്ല. അതായത് ചെയ്യുന്ന ജോലിയുടെ 1/4% പോലും ശമ്പളം കിട്ടുന്നില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. അതെ. അല്ല, നീ ഇപ്പൊ ആരുടെ കാര്യം പറഞ്ഞോട്ട് വരുന്നേ? എന്റെ കാര്യം തന്നെ കൊച്ചമ്മ. അത് ശരി. അപ്പൊ 25,000 ഉലുവ എണ്ണി വാങ്ങിക്കുന്നത് പോരാ, കുറവാണല്ലേ? അല്ല, 30 ദിവസത്തേക്കുള്ള ശമ്പളം ആകുന്നില്ല. ഇല്ല. അത് ശരി. അപ്പൊ ഞാനൊരു കണക്ക് നോക്കട്ടെ. നോക്കണം കൊച്ചമ്മ. അതായത് നിനക്ക് ശമ്പളം 25,000. നീ കഴിക്കുന്ന ആഹാരത്തിന് ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. 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 നീ കിടന്ന് സുഖമായിട്ട് തട്ടില്ല കുന്തമിട്ട് കറക്കിക്കൊണ്ട് നേരം വെളുക്കുന്നിടം വരെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? അതിന് തറവാടകയോ കറണ്ടിന്റെ വാടകയോ ഞാൻ വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. മുഷ്ടാന്നം 3 നേരം അടിച്ച് കയറ്റുന്നുണ്ടല്ലോ, മീൻ ഇറച്ചി അടക്കം. അത് ഞാൻ കാശൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴേ നീ ഇപ്പൊ വാങ്ങിക്കുന്ന ശമ്പളം എത്രയാവുന്ന നീ ഊഹിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. പോടാ അവിടുന്ന്. 25,000 ഉലുവ അവന് പോരെന്ന്. എന്റെ പൊന്നു കൊച്ചമ്മ, ചുമ്മാതല്ല വലിയ ബിസിനസ്സുകാരിയായത്. എന്തൊരു കണക്കൂട്ടലത്, എന്ത് കൃത്യം. അങ്ങനെ കാശ് മുടക്കുന്നവനെ കണക്ക് കൂട്ടിയേ പറ്റൂ. അതിനെ പോലെ ഡയലോഗ് അടിച്ചാ പോരാ. മറ്റേ ഞാനൊരു പട്ടയെ വാല, ഇതൊന്നും കൊണ്ടൊന്നും ജീവിതം നടക്കത്തില്ല. അധ്വാനിച്ച് കാശുണ്ടാക്കും കേട്ടോ. അയ്യേ ചിരിച്ചു. കൊച്ചമ്മ, ഇതുവഴി ഒരു കറുത്ത പൂച്ച പോയായിരുന്ന? എന്തിനാ ഈ പടി? പൂച്ചതല്ല. ഓ എന്റെ കൊച്ചമ്മ, ഒരു 3 ദിവസം കൊണ്ട് ഇതിന്റെ ഭയങ്കര ശല്യം. മീൻ വറുത്ത് വയ്ക്കും, എടുത്തോണ്ട് പോകും. മീൻ വറുത്ത് വയ്ക്കും, എടുത്തോണ്ട് പോകും. ഒരു 10 എണ്ണം വറുത്ത് വെച്ചാൽ 2 എണ്ണം അതിന്റെ വാക്കിനകത്ത് പോകും. മീൻ വറുത്ത് വെച്ചെന്നാ? ഓ, ഇവിടെ എന്നും മീൻ വറുത്ത്. ഇന്നലെ വറുത്തു, മെനഞ്ഞാന്ന് വറുത്തു. ഇന്നലെ മെനഞ്ഞാന്ന് നല്ല മത്തി കിട്ടി, നല്ല വറുത്ത് വെച്ചു. എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. തന്നില്ലായിരുന്ന? ആര്? അത് ശരി. അപ്പൊ ചുരുക്കം ഇവിടെ പലതും നടക്കുന്നുണ്ട് അല്ലേ? കാശ് മുടക്കുന്നതിന് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അതിന് തന്നു എന്നായിരുന്നു എന്റെ ഓർമ്മ. അന്ന് നിന്റെ ഓർമ്മ തെറ്റാ. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല, അതിരിക്കട്ടെ, നീ കഴിച്ചായിരുന്ന? ഞാൻ കഴിച്ചു കൊച്ചമ്മ, 3 എണ്ണം കഴിച്ചു. എന്തൊരു നല്ല സ്നേഹം. എന്റെ വായിരിക്കുന്നൊന്ന് കേട്ടാക്കരുത്. കൊച്ചമ്മ, ഒരു കാര്യം ചെയ്യാം. ഇന്നത്തേന് പകരം ഇന്നൊരു 3 കഷ്ണം പൊരിച്ചു വെച്ചേക്കാൻ. എന്നിട്ട് വേണം എന്റെ കൊളസ്ട്രോൾ കൂടാൻ. വല്ലപ്പോഴെങ്കിലും കഴിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കൊളസ്ട്രോൾ കയറി കൊച്ചമ്മ. ഓ അയ്യോ, ഇവരുള്ള ഡോക്ടർമാരുണ്ട് ഇവിടെ കേട്ടോ. എപ്പോ കഴിക്കണം എപ്പോ കഴിച്ചുകൂടാന്നൊക്കെ പറഞ്ഞു തരാൻ. പിള്ളസാറല്ലേ? പിള്ളസാറിന് ഞാൻ ചോദിച്ചോളാം. ആഹാ, അത് ശരി. പിള്ളസാരുടെ അടുത്ത് നീ പോയി ചോദിക്കുന്നത്. നീ അവിടുന്ന് കൂടെ കിട്ടുന്ന വാങ്ങിച്ചോ, മുതലും പലിശ ചേർത്ത്. എന്റെ പൊന്നെ, അമ്പിനും അടുക്കൂല, ബില്ലിനും അടുക്കൂല. വേഗം പോ. എന്തായാലും പറഞ്ഞു. 25,000 ഉലുവ പോരാ പോലും. അമ്മ, ഗ്ലോബൽ മീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ പത്രത്തിൽ വായിച്ചായിരുന്നു. അല്ല, നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ടേ എന്തെങ്കിലും ആക്ടിവിറ്റി പ്ലാൻ നടത്തിയാലോ? എന്താന്ന് വെച്ചാൽ നടത്തിക്കോ. പക്ഷെ ഇത്തവണ ശ്രദ്ധിച്ച് വേണം. കാരണം ഒരുപാട് കാശ് മുടക്കിയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. ശരി അമ്മ, അത് നോക്കാം. എന്നാ പിന്നെ ചെല്ലേ. അയ്യോ, ജനാധിപത്യത്തെ ദുർബലമാക്കുന്ന ഓർഡിനൻസുകൾ. എന്ത് പറ്റിയാ? എന്താന്ന് അറിയത്തില്ലടോ, കഴുത്തിന്റെ ഒരു വേദന. ഇവിടെയാ? അതെന്തെന്നറിയാമോ? ഈ തറയിൽ കിടക്കുന്നോണ്ടാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ തറയിൽ കിടക്കരുതെന്ന്. ഇതതിന്റെ ഒന്നും അല്ല. ഏതിന്റെ ഒന്നും അല്ല. നോക്കട്ട്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന മിണ്ടതിരിക്ക്. കഴുത്താണ് എനിക്ക് വേദനിക്കുന്നുണ്ട് സുരഭി. അണ്ണ ഇങ്ങനെ ചെയ്താലേ മാറുള്ളൂ. ഇതാ കഴുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി. ഇവിടെ വേദന ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് വേദനിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോ. ഞാനത് മയത്തിൽ എങ്ങനെയും ചെയ്തോളാം. എന്നാ മാറും, ഞാൻ പതുക്കെ ചെയ്തുതരാം. അപ്പം സുരഭിക്ക് പയ്യെ ചെയ്യാനൊക്കെ അറിയാല്ലേ? അറിയാം. ഞാനോർത്തേ ആ നേരത്തെ മനപ്പുറം
എന്തോ കണക്കുകളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തോന്നി. മനഃപൂർവ്വം കണക്ക് കിട്ടാൻ എന്ത് കണക്ക്? പ്രതികാരം. എന്ത് പ്രതികാരം? അല്ല, ഞാൻ തൻ്റെ അടുത്ത് ചെയ്തതിനൊക്കെ വെച്ചിട്ടേ. ഓ, അപ്പൊ എന്റെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയാം നന്നായിട്ട്. തൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ താനും അതുപോലെ തന്നെയല്ലേ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. ഏത് സുരഭി എന്തോന്ന്? വേദനിക്കുന്നുണ്ട്. വേദനിക്കുന്നു. മതിയാ? ആ, മതി. മതിയെങ്കിൽ മതി, ശരി. സുരഭി, ഇതൊരു സ്പെഷ്യൽ ഒരു സ്മെല്ല്. എന്തോന്ന്? കുളിച്ചോണ്ടായിരിക്കും. ആ, കുളിച്ചതിന്റെ അല്ല, പിന്നെ മൊത്തത്തിലൊരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടല്ലോ. ആ, കാച്ചി എണ്ണയുടേതായിരിക്കും. കാച്ചിനാണ്. എന്ത് ഇഷ്ടപ്പെട്ടു? എന്ത് സ്മെല്ല്? ഇഷ്ടപ്പെട്ടെന്നോ? എന്തിഷ്ടപ്പെട്ടെന്നോ? അപ്പൊ അതിലെന്തോ ഉണ്ടല്ലോ. നല്ല മണം. സാറേ, ആ എന്താ ചേ? എനിക്കൊരു സംശയം പറയാനുണ്ട് സാറേ. എന്തോന്ന്? സാർ അന്ന് പറഞ്ഞില്ലയോ നമ്മുടെ ഈ ഓഫീസിൽ ഏതോ ഒരു ചാരനുണ്ടെന്ന്? ആ, അതിനെപ്പറ്റി എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ആ, ആരാ? നമ്മുടെ വേണു സാറിനെയാ. വേണുവാ? ആ അല്ല, അങ്ങനെ തോന്നാൻ കാര്യമൊന്നും. സാറേ, കുറച്ച് നാളായിട്ട് വേണു സാറ് ലീവിലാണ്, ഇവിടെ വരാറേ ഇല്ല. തന്നെയല്ല, പുതിയ വീടിൻ്റെ പണി നടക്കുക. ഇതൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ അയാളെ സംശയിക്കണത്? സാറേ, എൻ്റെ പഴയ ഒരു നാടകമുണ്ട്, എൻ്റെ സ്വന്തം മാനേജർ. അതിൽ ഇതേപോലൊരു കഥാപാത്രമുണ്ട്. എങ്ങനെ? അതായത് നമ്മുടെ വേണു സാറിൻ്റെ അതേ സ്വഭാവമാണ്. സ്വന്തം കമ്പനിയെ വഞ്ചിച്ച് അയാൾ ഒരു വലിയ വീട് വയ്ക്കുന്നു. ഒടുവിൽ ഈ രഹസ്യം മനസ്സിലാക്കിയ ഭാര്യ ഭർത്താവാണ് തൻ്റെ കമ്പനിയെ വഞ്ചിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഉളക്കെടുത്ത് അങ്ങനെ തലക്കടിച്ചു കൊണ്ടുവ സാർ. അതേപോലെ വേണു സാറിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. താൻ ആ വേണുവിനെ ചെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. ശരി സാർ. ഓ എന്താണ്? ഒരു മലങ്കോട് വന്ന് ചാടിയിട്ടുണ്ട്. മലക്കോളോ? ആ എടാ, ഞാനേ ആസ്ട്രേലിയയിലെ ഒരു സായിപ്പിനെ പരിചയപ്പെട്ടു. അയാൾ ഈ മിനിസ്ട്രി ലെവലിലൊക്കെ ഭയങ്കര പിടിപാടുള്ള ഒരാളാണ്. ഞാൻ സോപ്പിട്ട് റെഡിയാക്കി വളർത്തി വെച്ചിട്ടുണ്ട്. അയാളെങ്ങനെ പരിചയപ്പെട്ടതാണ്? പരിചയപ്പെട്ടത് ഈ ഗ്ലോബൽ മീറ്റില്ലേ, ആ. ഗ്ലോബൽ മീറ്റിൽ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. മഹാലക്ഷ്മിയാണ് മോനെ സായിപ്പിന്റെ രൂപത്തിൽ വന്ന് വെട്ടിരിക്കുന്നത്. അയാളുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. നമ്മുടെ കമ്പനിയിൽ നിന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ബന്ധം എന്ന് പറയുന്നത് അന്ന് എന്താ ഉദ്ദേശിക്കണം? അതിപ്പം നല്ല ട്രീറ്റ് ചെയ്യണം, അയാൾക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം നമ്മൾ. എന്തോന്നിട്ട്? അതൊക്കെ മനസ്സിലായില്ല. അതായത് കുറച്ച് ദിവസം നമ്മൾ അയാളെ കൂടെ കൂട്ടിയിട്ട് നമ്മളെ കേരളം മൊത്തം കൊണ്ടുവന്ന് കാണിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം താമസിപ്പിച്ച് ഇവിടുത്തെ നമ്മുടെ ഫുഡും ഊണും ഇവിടുത്തെ മീൽസൊക്കെ കൊടുത്ത് സോപ്പിട്ട് റെഡിയാക്കി എടുക്കണം. അല്ല, മനസ്സിലായില്ല? കാര്യമൊക്കെ ഓക്കെയാണ്, പക്ഷെ പുള്ളി വരുമോ നമ്മൾ വിളിച്ച? അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, അതൊന്നും നീ പേടിക്കണ്ട. ഞാൻ പിന്നെ എന്തിനാ മാർക്കറ്റ് മാനേജർ എന്ന് പറഞ്ഞിരിക്കില്ല. എന്നാ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തു. സായിപ്പിന്റെ കാര്യം ഞാൻ ഏറ്റ്. പക്ഷെ ഒരു കാര്യം, എന്നെ കാണേണ്ട രീതിയിലൊക്കെ ഒന്ന് കാണണം. എന്റെ അന്ന അതങ്ങനെയല്ലേ ഞാൻ കണ്ടോണ്ടിരിക്കണത്. ഓക്കെ, പക്ഷെ പറഞ്ഞാ ഓക്കെയാണ്. ആ. ഓക്കെ. ഇത് ഓ സാർ. ഓ നീ പുറത്തോട്ട് വാ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ. എന്ത് സാറേ കാണണമെന്ന് പറഞ്ഞത്? അല്ല, വേണു ഈയിടെയായിട്ട് ഒരുപാട് ലീവ് എടുക്കണം എന്ന് പറഞ്ഞു. സാറേ, അത് കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ടാണ്. കുഞ്ഞിനെന്ത് പറ്റി? പനിയായിരുന്നു. സ്വന്തം കുഞ്ഞ് പനി പിടിച്ച് കിടക്കുമ്പോഴാണോ സാറേ വലിയ വീട് വെക്കുന്നത്? ഇതൊക്കെ ഞാൻ മുന്നേ തുടങ്ങിയതാണല്ലോ വീട് പണിയെല്ലാം. എന്നിട്ട് അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ താനെന്തിനാ അന്വേഷിക്കുന്നത്? എനിക്ക് അന്വേഷിച്ചിട്ട കാര്യമുള്ളത് കൊണ്ട് ഞാൻ അന്വേഷിച്ചു. സാർ എന്നെ വിളിച്ച കാര്യം ഒന്ന് പറയണം സാറേ. അല്ല, ഞാൻ ഇതൊക്കെ ചോദിക്കാൻ വിളിച്ചതാ. ഒന്നുമില്ല, വേണു പൊക്കോ. സാറ് ധൈര്യമായിട്ട് ചോദിക്കും സാറേ. ആ, ചുമ്മാ ഇരിക്കാ ചേ. ഇല്ല സാർ പറയണം, കാര്യം പറയണം സാറേ. ഒന്നുമില്ല വേണു പൊക്കോ. സാറിന് ചോദിക്കാൻ വയ്യെങ്കിൽ ഞാൻ ചോദിക്കാം സാറേ. സാർ ഈ കമ്പനിയെ ചതിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ചതിക്കാൻ തുടങ്ങി? ആ, നീ അനാവശ്യം പറഞ്ഞോളൂ, നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെ ഇടും. ആഹാ, താൻ ഈ കമ്പനിയെ ചതിച്ച പൈസ കൊണ്ടല്ലോ പുതിയ വീട് വെക്കുന്നത്. എന്നിട്ട് എന്നെ തല്ലാൻ പറ്റുമോ? വിടാൻ പറഞ്ഞില്ലേ? അടിച്ചിന്റെ ചപ്പാത്തി നിങ്ങളോടല്ലേ വിടാൻ പറഞ്ഞേ? സാറേ
താനിങ്ങോട്ട് പറയാം. സാറേ പിന്നെ തോന്നിയ ദിവസം പറഞ്ഞാണ് വേണു പോവാൻ. തോന്നിയ മാസമാണോ പറയുന്നത്? അയാൾക്കൊരു അടിച്ച് ശരിയാക്കളാ ഞാൻ. പട്ടിക്ക് അയാൾക്കൊരു അബദ്ധം പറ്റിയ വേണു പൊക്കോ. പോ പോ പോ. എടോ താൻ എന്ത് പണിയാണോ കാണിച്ചത്? അയാളിപ്പോ തന്നെ കൊന്നേനെ. എന്റെ സാറേ, പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് നല്ല 4 കീറിയാണ്ടല്ലോ, തത്ത പറയുന്നത് പോലെ അങ്ങനെ കാര്യം ഇങ്ങോട്ട് പറയും. അറിയോ? ഇറങ്ങിപ്പോടോ. പോവാൻ. This is my house. Whoa, beautiful house. Oh, thank you. ഏട്ടാ ആരേത്? ഇത് മിസ്റ്റർ ഡിക്സൺ, എൻ്റെ ഫ്രണ്ടാ. ഇത്രയും പ്രായമുള്ള കൂട്ടുകാരനോ? സത്യം പറയട്ടെ, ആരേത്? 1 minute. ഇയാളൊരു ഫോറിനറാ. അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഫോറിനർ ആണെന്ന്. അല്ല ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ കാര്യം എന്തോ? ഇവിടെ താമസിപ്പിക്കാൻ. താമസിപ്പിക്കാനോ? ഏട്ടാ ബോധമില്ല ഏട്ടാ. സ്ത്രീകളൊക്കെ ഉള്ള വീടല്ലേ ഇത്? കണ്ട ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുമോ? എടാ ഇതങ്ങനെ സാധാരണ ആളൊന്നുമല്ല. ഓസ്ട്രേലിയൻ മിനിസ്ട്രിയിലൊക്കെ നല്ല പിടിപാടുള്ള ആളാ. ഇയാൾ എങ്ങനെയെങ്കിലും വളച്ചൊന്ന് കുപ്പിയിലാക്കിയാലേ എന്തോരം ബിസിനസ് ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവാൻ പോണം. എന്റെ പൊന്നു ഏട്ടാ, എവിടെ പിടിപാടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല. എനിക്കറിയത്തില്ല. നിന്റെ താല്പര്യം ഇവിടെ ആരെ നോക്കണം? നീ ഒന്ന് വാങ്ങി വെച്ചോണ്ട് മിണ്ടാതിരിക്കൂ. Any problem? Hey, nothing. By the way, meet my younger brother, Pratish. Oh, nice meeting you, man. Young brother, hi, how are you? ആയി ഓക്കെ. Please come inside. I will introduce my mother. Please come, please. എനിക്കറിയാൻ പാടില്ല ഇവിടെ എന്തോന്നൊക്കെ നടക്കുന്നത്. മൊബൈല് മാറ്റി വെക്കാമേ. ആ കഴിക്കും. വേഗം കഴിക്കട്ടോ. Wow, beautiful scene. Mother feeding kid. This is the real love. Hey, what is your good name? Ami. Ami. It's a beautiful name. Smart girl. Thank you. Is your mom? No. Actually, she's my wife, Lakshmi. Oh, sorry. This is my daughter, Ami. ഏട്ടാ ഇതാരാ? ഇത് എൻ്റെ ഫ്രണ്ടാ ഡിക്സൺ. ഓ. പുള്ളി 2 ദിവസത്തേക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ടുണ്ടാവും. ഡിക്സൺ, you please stay here, okay? I'll call my mom. Hi. ഹലോ. What's your good name? അങ്ങനെയൊന്നുമില്ല. Oh, അങ്ങനെയൊന്നുമില്ല. Nice name. യെസ് യെസ്. മുത്തങ്ങളെ മുത്തങ്ങളുടെ പേരാ ആങ്കിള് ചോദിച്ചേ. തന്നെ ഇതാ ലക്ഷ്മി കുഞ്ഞെ. ഏട്ടന്റെ ഫ്രണ്ടാ. ആ വിദേശത്തൊക്കെ കൂട്ടുകാരുണ്ടോ പ്രശോഭ കുഞ്ഞിന്? പിന്നെ എന്റെ ഏട്ടനെ പറ്റി എന്താ വിചാരിച്ചേ? അമ്മ, ഇത് ഡിക്സൺ. Hi. This is my mother. Hi, mom. Nice to meeting you. Nice to meet you too. I am Dixon Prandan from Australia. He told me everything about you. I think Mr. Dixon, now we can go take rest for some time and then guest room. ഇത് ശരിയാക്കി ഡിക്സനോട് കേട്ടോ. Thank you, mom. Dixon, please come. I'll show you around. Yeah, okay. Thank you. താങ്ക് യു. അമ്മ, ഓ ആ പുള്ളി എന്തിനാ പോകുന്നത്? അതേ പുള്ളിക്ക് ഓസ്ട്രേലിയയിൽ ഒരു കമ്പനി ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഓസ്ട്രേലിയയുമായിട്ടുള്ള നമ്മുടെ ചില ബിസിനസ് ഡീലിങ്സിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വന്നതാണ്. അയ്യോ പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. 2 പേരോട് കാല് തൊട്ട് ഞാൻ അപേക്ഷിക്കുക, ആ മനുഷ്യൻ ഇവിടുന്ന് പോന്നളം വരെ 2 കൂടെ കീരിയും പാമ്പും പോലെ കിടന്ന് അടിക്കല്ലേ. അയ്യോ അത് പറഞ്ഞു നന്നായി. ഉണ്ടായിടാ ഇപ്പം ഉള്ള കാര്യം പറയാതിരിക്കുന്നത് എങ്ങനെ? ശരി. അയ്യോ കൊച്ചമ്മ പറഞ്ഞത് രണ്ടുപേരും കേട്ടല്ലോ. കഴിക്കാമീ വന്നേ. ആള് കാണാൻ സുന്ദരം തന്നെ കേട്ടോ. അല്ല, അമ്മ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു മോനെ. നമ്മുടെ ഇപ്പം നീ പറയില്ലേ എന്താ ഡിക്സനോ? അതെ.
ഞാനേ ഈ ഇൻസ്റ്റാഗ്രാം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആടെ ഒരു പ്രൊഫൈല് കണ്ടതേ ഇല്ലല്ലോ. അത് പിന്നെ അമ്മ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ അങ്ങനെയാ. ചിലപ്പോൾ ഫോൺ പോലും കാണൂല അവർക്ക്. അമ്മ രത്തൻ ടാറ്റയെ കുറിച്ച് കേട്ടിട്ടില്ലേ? പുള്ളി അങ്ങനെ അധികമൊന്നും ഫോൺ യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്റെ കൊച്ചമ്മ വലിയ ബിസിനസ്സുകാരിയല്ലെന്ന്. അങ്ങനെ എകഴ്ത്തി സംസാരിക്കരുതേ, എകഴ്ത്തി സംസാരിക്കല്ലേ. ഒരു മിനിറ്റ് എന്റെ പൊന്നു മുത്തു, നീ ഇതിനിടെ പായസം വിളമ്പല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് കേട്ടോ. കുറച്ചു നേരം ഉണ്ടായിരിക്കും. അല്ല കൊച്ചമ്മ, ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അല്ലല്ല, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്റെ സപ്പോർട്ട് വേണ്ട. കാര്യങ്ങൾ ഗൗരവമായിട്ട് എനിക്ക് ഇവരോട് സംസാരിക്കാനുണ്ട്. ഇവിടെ തൽക്കാലം പോയി വേറെ വല്ല ജോലിയുണ്ട് ചെയ്. ഇല്ല, ഞാൻ നിൽക്കാം. അല്ല, അവിടെ കമ്പനിയുടെ പേരെന്താ പറഞ്ഞേ? അത് ബീഡി. അയ്യേ, ഓസ്ട്രേലിയയിൽ ബീഡി ഉണ്ടാ? ഈ ബീഡി തൊഴിലാളി എന്തിനാ ഇന്ത്യയിലോട്ട് വന്നത്? എന്റെ പൊന്നു മുത്തോണ്ണ, മണ്ടത്തിനെ വിളിച്ച് പറയല്ലേ. അമ്മ, അയാൾക്ക് ഓസ്ട്രേലിയൻ മിനിസ്ട്രിയിലൊക്കെ നല്ല പിടിപാടുണ്ടെന്നാ പ്രസാദ് പറഞ്ഞത്. ആണോ? ഏതായാലും നീ അയാളുമായിട്ടൊന്ന് ക്ലോസ് ആയിട്ടൊക്കെ നടന്ന് അയാളുടെ ബിസിനസ് ഡീലിങ്സ് ഒക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്ക് കേട്ടോ. ശരി അമ്മ. പിന്നെ അങ്ങേർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താന്ന് വെച്ചാൽ അതങ്ങ് കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുപോലെ. അല്ല, ഞാൻ ഇവിടെ ഉള്ളപ്പം എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്തോളാം. ലിസ്റ്റ് തന്നാൽ മതി കേട്ടോ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ചൈനീസ് ഉണ്ടാക്കാൻ അറിയാവോ? കോണ്ടിനെന്റൽ ഉണ്ടാക്കാൻ അറിയാവോ? ചൈനീസ് എന്ന് പറഞ്ഞാൽ മറ്റേ ചീനി കിഴങ്ങിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചീനി കിഴങ്ങ് മറ്റേ ഉണക്കം മത്തി കൂടെ ഒന്ന് പോടാ അവിടുന്ന്. ചെന്ന് വാങ്ങിച്ചാൽ പോരെ അത്. എന്തൊരു കഷ്ടമാണെന്ന്. എന്റെ മുത്തു, നീ ഒന്ന് ചുമ്മാ ഇരിക്കോ കുറച്ച് നേരം? പോയാ വെളിയിൽ പോയാ? കൊച്ചമ്മ, എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾ കേട്ടല്ലോ, ചൈനീസ് എന്ന് പറഞ്ഞാൽ ചീനി ഉണക്കം മത്തി. അല്ല, എനിക്ക് ഒരു തവണ കണ്ടാ മതി, ഞാൻ അതുപോലെ ഉണ്ടാക്കി കൊടുക്കും കൊച്ചമ്മ. ആണോ? ആ ശരി. ഇപ്പൊ തൽക്കാലം നീ കാണണ്ട. എനിക്ക് പ്രധാനപ്പെട്ട ഒന്നിട്ട് കാര്യങ്ങൾ ഇവരോട് സംസാരിക്കേണ്ട. നീ ഒന്ന് പോയി. ഓ, അവഗണനയല്ലേ? അവസാനം അങ്ങനെ ചൂടുവെള്ളം കൊടുക്കാനേ ഞാനേ കാണൂ. അത് രണ്ടുപേരും ഓർക്കണം കേട്ടാ. ചൂടുവെള്ളം ഒന്ന് പോ മുത്തോണ്ണ. ഷടാ, എന്ത് ചെയ്യുമെന്ന് പറ. പോകുന്നു. ഓ ചീനി ഉണക്കമത്തിയിട്ട് ചൈനീസ് ഉണ്ടാക്കാതെ എന്തൊക്കെയോ പറയുന്നത് ഈശ്വര. അപ്പൊ മോനെ, ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ആമാ. കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആളാരാ, എന്ത് ബിസിനസ്, അതൊക്കെ അറിയണം. അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി. അല്ല, കമ്പനിയുടെ പേരെന്താ പറഞ്ഞേ? ബീഡി. ബീഡി. ശരി. ബീഡി. Excuse me. We didn't meet it. What's your good name? My name is Surabhi. 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 Yes. Very nice name, Surabhi. Very nice name. What is your relation with Prasad? Sister from Prashop. Oh, okay. Sister, okay. ഇവളെന്താ അയാളോട് സംസാരിക്കുന്നേ? This house is very beautiful. Oh, thank you. Your house? Where? I am in Australia. My home is in Australia. Australia. ഇവൾക്കതിന് ഇംഗ്ലീഷൊക്കെ അറിയോ? അയാളുമായിട്ട് കമ്പനി അടിച്ച് ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള പരിപാടിയായിരിക്കും. My original house, വലിയശാല. Waliyashala. വലിയശാല അല്ല, വലിയശാല. Waliyashala, yeah. Waliyashala. വലിയശാല. Yes. വലിയ, big. Oh, big. Okay. വലിയ ശാല. Okay, Waliyashala. Okay. This house, my husband house. Your husband house? Oh. സമ്മതിക്കൂലടി. ഇത്തവണ നിന്നെ അങ്ങനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കൂല.
ആ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? അല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാം ഓർമ്മയുണ്ട്. ഏതമ്മ? ആ ശരി, ആവശ്യക്കാരുടെ ഓർമ്മയില്ലേ? ആ സ്വത്തിന്റെ കാര്യം നീ പറഞ്ഞില്ലേ? അതിന് എന്റെ ആവശ്യമില്ലമ്മ. അതിനെ പറ്റി നിന്റെ മനസ്സ് മാറിയോ? ഞാനത് മനസ്സ് മാറിയതൊന്നും അല്ല, ഞാനത് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ അമ്മയ്ക്ക് പിന്നെ ഓരോ നാടകക്കാരനെ വിളിച്ച് ഇവിടെ അഭിനയിപ്പിക്കാനേ ലേശം ബുദ്ധിമുട്ടായിരിക്കും. നാടകക്കാരനെ വിളിച്ച് അഭിനയിപ്പിക്കേ? നീ എന്താണ് പറഞ്ഞത്? എനിക്ക് അതാണ് ജോലി ഇവിടെ. അമ്മയ്ക്ക് അത് തന്നെ ആയിരിക്കും ജോലി. എന്റെ അമ്മയാണ് ആ നാടകക്കാരനെ വിളിച്ച് ഇവിടെ ചെയ്യും. മറ്റേ ജാരസന്ധി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാം.